الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار فقد قال الله سبحانه وتعالى في محكم التنزيل أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ, ഗൗരവത്തിൽ ഉണർത്തുകയാണ്. വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസവും അനുബന്ധ കാര്യങ്ങളുമായി അവരുടെ ജീവിതത്തിൽ വലിയ ആനന്ദം അനുഭവിക്കുന്നവരാണ്. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ആനന്ദം അനുഭവിക്കുന്ന മറ്റൊരു ഭാഗമാണ് എല്ലാ ദിവസവും ഒരു സദഖ നൽകുക എന്നത്. ധാരാളം ആളുകൾ എല്ലാ ദിവസവും സദഖ നൽകാൻ കഴിയുമോ? അത്രയും വലിയ സമ്പത്തൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. അങ്ങനെ ധരിക്കുന്ന ആളുകളുണ്ട്. വേറെ ചില ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ തിരക്കുകൾക്കിടയിൽ അത് വിസ്മരിച്ചു പോകുന്ന ആളുകളാണ്. യഥാർത്ഥത്തിൽ എല്ലാ ദിവസവും ഒരു സദഖ നൽകുന്നതിൻ്റെ പ്രാധാന്യവും മഹത്വവും മനസ്സിലാക്കുകയാണെങ്കിൽ ഒരാൾ പോലും അതിൽ നിന്ന് വിട്ടു നിൽക്കില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും അവരെ ഈ വിഷയത്തിൽ ഈ രൂപത്തിൽ തർബിയത്ത് ചെയ്തു കൊണ്ടുവന്നിരുന്നു. വിശാലമായ ധാരാളം ഉദാഹരണങ്ങൾ പറയാമെങ്കിലും ഞാനതിലെ പ്രധാനപ്പെട്ടൊന്ന് മാത്രം സൂചിപ്പിക്കാം. ഒരിക്കൽ ഒരു ഉച്ച സമയമാണ്.
മദീനത്തെ പള്ളിയിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനും സഹാബത്തും ഒക്കെ ഉണ്ട്. ആ സമയത്ത് കുറച്ചാളുകൾ പള്ളിയിലേക്ക് വന്നു. വളരെ പാവങ്ങളായ ആളുകൾ. അവരുടെ കാലിൽ ചെരുപ്പ് ധരിക്കാനുള്ള ചെരുപ്പ് പോലുമില്ല. അല്പവസ്ത്രമാണ് അവർക്ക്. കണ്ടാൽ തന്നെ അറിയാം വളരെ പാവപ്പെട്ട ആളുകളാണ്. അവർ ഭൂരിപക്ഷവും മുളർ ഗോത്രക്കാരാണ്. അവരെ കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ വിഷമം തോന്നി. ളുഹറിന്റെ സമയമായി. ബിലാലിനോട് ഇഖാമത്ത് കൊടുക്കാൻ പറഞ്ഞു. ളുഹർ നമസ്കാരം കഴിഞ്ഞ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി. വെള്ളിയാഴ്ച അല്ലട്ടോ, സാധാരണഗതി നമ്മുടെ പള്ളികളൊക്കെ മിമ്പർ ഉപയോഗിക്കുന്ന വെള്ളിയാഴ്ച മാത്രം. വെള്ളിയാഴ്ച മാത്രം ഉപയോഗിക്കാനായിട്ടൊരു മിമ്പറൊന്നും പള്ളിയിൽ ഉണ്ടാവില്ല. മിമ്പർ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കാൻ ഏത് സമയത്തും എന്ത് ചെയ്യുക, ഇമാമ് കയറി നിൽക്കേണ്ട സ്ഥലമാണത്. എന്നാലും നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു സ്ഥിതി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളത് ഉപയോഗപ്പെടുത്തില്ല. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് മിമ്പറിൽ കയറി. ഒന്നല്ല, ധാരാളം ഉദാഹരണങ്ങളുണ്ട്. മിമ്പറിൽ കയറി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹംദും ഒക്കെ പറഞ്ഞതിന് ശേഷം അവിടുന്ന് 2 ആയത്തുകൾ ഓതി. ഒന്ന്, നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ഈ മിമ്പറിൽ നിന്ന് കേൾക്കുന്ന തഖ്വ കൊണ്ടുള്ള വസിയത്തിലെ ആദ്യത്തെ ആയത്ത്, സൂറത്ത് നിസായിലെ ആദ്യത്തെ വചനം. രണ്ടാമത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് ഹശ്റിലെ 18ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ എന്ന് തുടങ്ങുന്ന ആയത്ത്. ഇത് രണ്ടും പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസദ്ദഖ റജുലുൻ മിൻ ദീനാരിഹി മിൻ ദിർഹമിഹി മിൻ സൗബിഹി മിൻ സാഇ ബുർരിഹി മിൻ സാഇ തംരിഹി ഹത്താ ഖാല വലൗ ബിശിഖ്ഖി തംറത്തിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോരുത്തരും സദഖ നൽകണം. എല്ലാവരും സദഖ നൽകും. അത് ദീനാറാവാം, ദിർഹമാവാം, അല്ലെങ്കിൽ വസ്ത്രത്തിന്റെ ഭാഗമാവാം, അല്ലെങ്കിൽ ഗോതമ്പ് യവം പോലെയുള്ളതാവാം, ധാന്യമാവാം, അല്ലെങ്കിൽ കാരക്കയാവാം. അതിങ്ങനെ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലോ ബിശിഖ്ഖി തംറത്തിൻ, ഒരു കാരക്കയുടെ പകുതിയാണെങ്കിലും കുഴപ്പമില്ല, ഒരു കീറാണെങ്കിലും നിങ്ങൾ സദഖ കൊടുക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് നിർദ്ദേശം കൊടുത്തു. വിശാലമായ സംഭവമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കേട്ട് പള്ളിയുള്ളവരെല്ലാം സദഖ കൊടുത്തു. അങ്ങനെ 2 കൗമുകളായി. 2 കൗം എന്ന് പറഞ്ഞാൽ 2 കൂമ്പാരമായി വസ്ത്രവും ഭക്ഷണവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പള്ളിയിൽ എന്നിട്ട് അവർക്ക് കൊടുത്തു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വിശദീകരിക്കുമ്പോൾ കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം പ്രേരണ കൊടുത്തൊരു വിഷയമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈമാൻ പോലെ ലദ്ദത്താണ് സദഖ കൊടുക്കുന്നത്. അതിന് വലിയ ആനന്ദമാണത്. കാരണം അതിന്റെ പ്രാധാന്യം അത്രത്തോളം ഉണ്ട് എന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പള്ളിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് സുബഹി നമസ്കാരം കഴിഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ സ്വഹാബികളോടുള്ള ചോദ്യമാണ്, ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീനൻ. രാവിലെ കേട്ടോ, സുബാഹിലാണ്. ഇന്ന് രാവിലെ ഒരു മിസ്കീന് ഭക്ഷണം കൊടുത്ത ആരുണ്ട് നിങ്ങളെ കൂട്ടത്തിൽ? ഇന്ന് രാവിലെ ഒരു പാവപ്പെട്ടവന് തന്റെ സമ്പത്തിൽ നിന്ന് അല്പം ഭക്ഷണം കൊടുത്ത ആരുണ്ട്? ഖാല അബൂബക്കർ അന യാ റസൂലല്ലാഹ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഞാനുണ്ട്, ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന്. നിങ്ങൾ നോക്കണം, നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. അപ്പോഴേക്ക് രാവിലെ തന്നെ ധർമ്മം കൊടുത്തു കഴിഞ്ഞു. എല്ലാ ദിവസവും അസ്സദഖ യൗമിയ എന്ന് വേണമെങ്കിൽ പറയാം. സദഖത്തുൻ യൗമിയത്തുൻ, എല്ലാ ദിവസവും സദഖ കൊടുക്കാം. അതിന് സമ്പത്ത് വേണമെന്നല്ല, പൈസ വേണം, പൈസ തന്നെ കൊടുത്തോണമെന്നില്ല, എന്തും കൊടുക്കാം. എന്തും, ഒരു ഗ്ലാസ് വെള്ളം, ഒരു കാരക്കയുടെ കീറ്, എന്താണോ ഒരു ദിവസം നമുക്ക് ചെയ്യാൻ കഴിയാം അത് കൊടുക്കാം. ഒരാളെ സഹായിക്കാം, ഒരാൾക്കൊരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാം ഒരു ദിവസത്തെ ധർമ്മത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പ്രാധാന്യം പറഞ്ഞതിന്റെ പ്രത്യേകത എന്നുള്ളത് ഞാൻ 3 ഹദീസ് പെട്ടെന്ന് പറയാം. ഒന്ന്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ല മലകാനി യൻസിലാൻ
فيقول أحدهما اللهم أعط منفقا خلفا ويقول الآخر اللهم أعط ممسكا تلفا. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അടിമകൾ പ്രഭാതത്തിലാകുന്ന ഏതൊരു ദിവസവും എന്ന് വെച്ചാൽ എല്ലാ ദിവസവും 2 മലക്കുകൾ ഇറങ്ങി വരും. ആ മലക്കുകളിൽ ഒരാൾ പറയും, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫൻ, അല്ലാഹുവേ ചെലവഴിക്കുന്ന ആളുകൾക്ക്, ധർമ്മം കൊടുക്കുന്ന ആളുകൾക്ക് അവർക്ക് നീ പകരം കൊടുക്കണേ. അപ്പോൾ രണ്ടാമത്തെ മലക്ക് പറയും, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫൻ, കൊടുക്കാനുണ്ടായിട്ടും കൊടുത്തത് കൊണ്ട് പ്രയാസം വരാഞ്ഞിട്ടും അത് കൊടുക്കാതെ പിശുക്കോടെ പിടിച്ചു വെച്ചവന് നീ നാശം കൊടുക്കണേ എന്ന് മലക്ക് ദുആ ഇറക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ എത്ര ആൾക്ക് ഈ രണ്ടാം പ്രാർത്ഥന നമ്മൾ എത്ര ആൾക്ക് വരും? ചില ആളുകളൊക്കെ ഈ സാധാരണ അങ്ങനെ പറഞ്ഞു പോകണം, എന്തിനപ്പം അവനൊക്കെ കൊടുക്കണം, അവനൊക്കെ ജോലി ചെയ്യാൻ പൈസ ആരോഗ്യം ഉണ്ടല്ലോ, എന്തിനപ്പം നമ്മൾ കൊടുക്കണം? യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഗതി ഒന്നും നമ്മൾ കേൾപ്പിക്കപ്പെട്ടിട്ടില്ല. ഒരാൾക്ക് ആരോഗ്യം ഉണ്ടോ, ഓന് പണിയെടുക്കാൻ പറ്റുമോ, ഇതൊന്നും നോക്കേണ്ട കാര്യമൊന്നും നമ്മുടെ കയ്യിലില്ല. നമ്മുടെ മുന്നിൽ ഒരാൾ വന്നാൽ അയാൾക്ക് എന്തെങ്കിലും കൊടുക്കണം, അത് കൊടുക്കേണ്ട ബാധ്യത നമ്മളാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ കൊടുക്കുന്ന ഒരാൾക്ക് പ്രാർത്ഥന ലഭിക്കുമെന്നാണ്, മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുമെന്നാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മലക്കൻ ബിബാബിൻ മിൻ അബ്വാബിസ് സമാ യഖൂലു മൻ യുഖ്രിദുൽ യൗമ യുജ്സാ ഗദൻ وملكا بباب آخر يقول اللهم أعط لمنفق خلفا وعجل لممسك تلفا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ആകാശത്തിന്റെ കവാടങ്ങളിൽ മലക്ക്, ആകാശത്തിന്റെ കവാടങ്ങളിൽ അവർ പറയാണ്, ഇന്നത്തെ ദിവസം കടം കൊടുത്തവർക്ക്, അള്ളാഹുവിന് കടം കൊടുക്കാന്ന് പറഞ്ഞാൽ സ്വതക്ക കൊടുക്കാന്ന് തന്നെ അർത്ഥമുള്ളൂ. കടം കൊടുക്കുന്നവർക്ക് നാളെ അതിന് പ്രതിഫലം ലഭിക്കും. മലക്കുകളുടെ പ്രാർത്ഥന, അള്ളാഹുവെ കൊടുത്തവർക്ക് നീ പകരം കൊടുക്കണേ, കൊടുക്കാതെ പിടിച്ചു വെച്ചവന് നാശം കൊടുക്കണേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഞാൻ പറഞ്ഞ മൂന്നാമത്തെ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മാ ത്വലഅത് ശംസുൻ ഖത്തു ഇല്ലാ വബിജംബതൈഹാ മലകാനി യുനാദിയാൻ അല്ലാഹുമ്മ മൻ അൻഫഖ ഫഅഅഖിബഹു ഖലഫാ വമൻ അംസക ഫഅഅഖിബഹു തലഫാ. 2 മലക്കുകൾ സൂര്യൻ ഉദിക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും അർത്ഥത്തിനാണെന്ന് പറയാം. എല്ലാ ദിവസവും മലക്കുകൾ 2 ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് പറയും, അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ ധർമ്മം കൊടുത്തവന് ഉടൻ തന്നെ നീ അതിന് നീ പിന്നാലെ തുടർത്തി അതിനൊരു പ്രതിഫലം കൊടുക്കണേ, കൊടുക്കാതെ പിടിച്ചു വെച്ചവന് അതിനെ തുടർന്നുകൊണ്ട് നീ നാശം കൊടുക്കണേ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എന്താണ് ഇതിന്റെ പ്രാധാന്യം? എന്താ പ്രത്യേകത? മലക്കുകളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വലിയ സംഗതിയാണ്. കാരണം മലക്കൊന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ അമ്രില്ലാതെ അവർ ചെയ്യില്ല. അള്ളാഹുവിന്റെ അമ്ര കിട്ടിയത് കൊണ്ട് മാത്രം, ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അള്ളാഹു കൽപ്പിച്ചതാണ് പറയാൻ എന്ന് പറഞ്ഞാൽ, റബ്ബിന്റെ പ്രഖ്യാപനം നടത്താൻ എല്ലാ ദിവസവും അള്ളാഹു മലക്കിനെ ഏർപ്പെടുത്തിയിരിക്കുന്നു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പള്ളിയിലുള്ള മുഴുവൻ ആളുകളും, ഞാൻ അടക്കം എല്ലാവരും ആലോചിച്ച് നോക്കാം, ഇന്ന് ഈ മലക്കിന്റെ പ്രാർത്ഥന കിട്ടിയ എത്ര ആൾ നമ്മളെ കൂട്ടത്തിലുണ്ടാവും? അള്ളാഹു അവൻ കൽപ്പിച്ച മലക്കിന്റെ പ്രാർത്ഥന കിട്ടിയ ആളുകൾ നമ്മളെ കൂട്ടത്തിൽ എത്ര ഉണ്ടാവും? നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കിയാൽ മതി. മലക്കുകളുടെ പ്രത്യേകതയാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, ലാ തദ്ഉ അലാ അൻഫുസികും ഇല്ലാ ബിഖൈർ ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. നിങ്ങൾ ഒരിക്കലും ഖൈറ് വേണ്ടിയല്ലാതെ നിങ്ങൾ ദ്വാരക്കരുത്. നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുമ്പോൾ ഖൈറിന് വേണ്ടിയല്ലാതെ ദ്വാരക്കരുത്. കാരണം
നിങ്ങളുടെ ദുആക്ക് ആമീൻ പറയാൻ മലക്കുകളുണ്ട്. ആ മലക്കുകൾ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ആമീൻ പറയും. അപ്പൊ നിങ്ങൾ പറയണ കേട്ടിട്ട് ആമീൻ പറഞ്ഞ മലക്കുകൾ, അവർ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹം എത്ര വലുതാണെന്ന് റസൂൽ സൂചിപ്പിക്കുമ്പോൾ അവർ തന്നെ പ്രാർത്ഥിച്ചാലോ? ശ്രദ്ധിക്കണം നിങ്ങൾ കേട്ടാ. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് ആമീൻ പറയുന്ന മലക്ക്, അതിന് അള്ളാഹുവിന്റെ അടുത്ത് അത്രയും പ്രാധാന്യം ഉണ്ടെങ്കിൽ മലക്ക് തന്നെ പ്രാർത്ഥിച്ചാലുള്ള പ്രാധാന്യം എന്തായിരിക്കും? അപ്പൊ സ്വതക്ക യോമിയ എന്നത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും അതിന്റെ പ്രതിഫലം കിട്ടും. അള്ളാഹു തരുമാറാവട്ടെ. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളെല്ലാവരും എല്ലാ ദിവസവും സ്വതക്ക ചെയ്യുന്നവരാണ്. കാരണം ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി ചെയ്യുന്ന സ്വതക്കയിലെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് അവനവന്റെ കുടുംബത്തിന് ചെലവഴിക്കുന്ന നഫഖത്താണ്. അവനവന്റെ കുടുംബത്തിന് ചെലവഴിക്കുന്ന നഫഖത്തുണ്ട്. വല്ലാത്തൊരു സംഗതി കേട്ടോ. പടച്ചോന് ഒരു ലിങ്ക് ഉണ്ടാക്കി വെച്ചിരിക്കണം. നോക്ക് നിങ്ങൾ, നമുക്ക് നിരന്തരമായിട്ട് പ്രതിഫലം കിട്ടാനും ഈ പ്രാർത്ഥനയിൽ നിന്നൊരു വിശ്വാസിയും ഔട്ടായി പോകാതിരിക്കാനും വേണ്ടി അള്ളാഹ് ഉണ്ടാക്കി വെച്ചിരിക്കണം. ഭാര്യയ്ക്ക് നീ കൊടുക്കുന്ന ഭക്ഷണം, മക്കൾക്ക് നീ കൊടുക്കുന്ന ഭക്ഷണം, നീ നിന്റെ വിയർപ്പൊഴുക്കി ഉണ്ടാക്കി ജോലി ചെയ്ത് കൊടുക്കുന്ന ഭക്ഷണം, അത് നിനക്ക് സ്വതക്കയാണെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് പുറമെയാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മുടെ മനസ്സിനെ കൂടി ഒന്ന് അള്ളാഹു ഇങ്ങനെ ഒന്ന് പരീക്ഷിക്കുകയാണ്. ശുഹുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാം. ശുഹുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാം. അപ്പൊ എൻ്റെ മുന്നിൽ ഒരാൾ വരുമ്പോൾ ഞാൻ കൊടുക്കാൻ കഴിയണം. അതൊരു ആനന്ദമായി വിശ്വാസിക്ക് കാരണം. എൻ്റെ അടുത്ത് പൈസ ഇല്ലല്ലോ, ആകെ ഉള്ളത് ഒരു ഉറുപ്പ്യല്ലേ ഉള്ളൂ, പഠിച്ചോനെ എങ്ങനെ ഇപ്പൊ കൊടുക്ക? അങ്ങനൊന്നും ചിന്തിക്കരുത് കേട്ടാ. തമ്രത്തിൻ അല്ലാഹു റസൂൽ പറഞ്ഞ വാക്യതാണ്. വലൗബിശ്യഖ്തി തമ്രത്തിൻ, ഒരു കാരക്ക കഷ്ണങ്ങളാക്കി അതിന്റെ ഒരു കഷ്ണം കൊടുക്കാൻ. എന്റെയൊക്കെ മേലല്ല ഒരു ഉറുപ്പ്യ. നമ്മളെ പോക്കറ്റ് നോക്കിയാൽ ഒരു എന്തായാലും ഉറുപ്പ്യ, 5 ഉറുപ്പ്യ എന്തായാലും ഉണ്ടാവും. എടുത്തോണ്ട് കൊടുത്തേക്കണം. ഒരു സ്വതക്ക ഇടുന്ന് പറഞ്ഞാൽ ആദ്യം ഇടുന്ന ആള് ഞാനാവണം എന്ന് വിചാരിക്കുക. എൻ്റെ കയ്യിൽ 25 പൈസയുള്ളൂ, ആയിക്കോട്ടെ ഇട്ടോളി. അതിന്റെ വാല്യൂ എത്രയാണെന്നറിയ നിങ്ങൾ? അതിന്റെ വാല്യൂ എത്രയാണ്? നിങ്ങൾ ആദ്യം കൊടുത്തു നോക്കുക. ആദ്യം കൊടുത്തയാൾക്ക് പിന്നാലെ അതിനെ തുടർന്ന് വരുന്ന ആളുകൾ കൊടുത്തതിന്റെ എല്ലാം ഒരു പ്രതിഫലം അയാൾക്ക്. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ എന്ന് നബി തങ്ങൾ പറഞ്ഞത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ മുളർ ഗോത്രക്കാർക്കുള്ള സ്വതക്ക വിശദീകരിച്ചപ്പോഴാണ്. അപ്പൊ വലിയ പ്രതിഫലമാണ്. അത്രയും വലിയ ഗുണം എല്ലാ ദിവസവും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ വിചാരിക്കണം, കൊടുത്താൽ കിട്ടോ? അങ്ങനെ ചില ആളുകൾക്ക് കൊടുത്താൽ ഇപ്പൊ ഇങ്ങനെ കിട്ടോ? ഒരാളുടെ പേര് പറയാം. ഒരാളുടെ പേര് നിങ്ങൾ മനസ്സിൽ കരുതിക്കോളി, ഇല്ലെങ്കിൽ പിന്നെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അള്ളാന്റെ മാർഗത്തിൽ സ്വതക്ക കൊടുത്തിട്ട് മുടിഞ്ഞു പോയ ഒരു തറവാടിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾ സ്വതക്ക, അള്ളാന്റെ മാർഗത്തിൽ സ്വതക്ക കൊടുത്തിട്ട് മുടിഞ്ഞു പോയ ആളുകൾ ഉണ്ടാവില്ല. കാരണം മാമിൻ, പിന്നെ അള്ളാന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഒരു സമ്പത്തും സ്വതക്ക കൊടുത്തതിനാൽ കുറഞ്ഞു പോകില്ല. കാരണം കൊടുത്താൽ ആ കൊടുത്തതിന്റെ ഇരട്ടി കൊണ്ട് കൊടുക്കും അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അള്ളാഹ് പറഞ്ഞതായി, യബ്ന ആദം അൻഫിഖ് ഉൻഫിഖ് അലൈക്, ആദം സന്തതികളെ ചെലവഴിച്ചോളൂ, നിങ്ങൾക്ക് ചെലവഴിക്കും, നിങ്ങളുടെ മേൽ ചെലവഴിക്കപ്പെടും. അല്ലെങ്കിൽ ഉൻഫഖ് അലൈക്, നിങ്ങളുടെ മേൽ ചെലവഴിക്കപ്പെടും. നിങ്ങൾ അങ്ങോട്ട് ചെലവഴിച്ചാൽ അങ്ങോട്ട് ചെലവഴിക്കും, അള്ളാഹ് തരും എന്ന് പറയാം. പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞൊരു വാക്ക് കൂടി ചേർത്ത് വെക്കാം. അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, സൂറ അത്ത്-തഗാബുൻ, ഇൻ തുഖ്രിദുല്ലാഹ ഖർദൻ ഹസന യുളാഇഫുഹു ലക്കും വയഗ്ഫിർ ലക്കും. ഇൻ തുഖ്രിദുല്ലാഹ ഖർദൻ ഹസന, നിങ്ങൾ അള്ളാഹ്ക്ക് നന്നായി കടം കൊടുക്കുകയാണെങ്കിൽ, യുളാഇഫുഹു, ഇരട്ടിയാക്കി തരും അവൻ. മാത്രമല്ല വയഗ്ഫിർ ലക്കും, നിങ്ങളെ പാപം പുറത്തുതരും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഇതൊരു ആനന്ദമായി കാണാൻ കഴിയണം. എല്ലാ ദിവസവും എന്തെങ്കിലും ചിലവഴിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
അൽഹംദുലില്ലാഹി ഹംദൻ ത്വയ്യിബൻ കസീറൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ വയർദാ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സ്വല്ലല്ലാഹു വസല്ലമ വബാറക അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹും ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. എല്ലാ ദിവസവും ഒരു സ്വതക്ക. മുൻഗാമികൾ വലിയധികം പ്രതിഫലം നേടിയെടുത്ത ഒരു വിഷയമാണത്. ഞാൻ ചില ആളുകളെ പെട്ടെന്നൊന്ന് പറയാം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ, അതുപോലെ തന്നെ തബീഈങ്ങളെല്ലാം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഹുസൈൻ്റെ മകനായ അലിയുടെ മകനായ ഹുസൈൻ. സാധാരണഗതിയിൽ അങ്ങനെയാണ്. ഇങ്ങനെ പേരിങ്ങനെ വാപ്പാടെ പേര്, മകന്റെ പേര്, പിന്നെ മകന്റെ പേര്, പിന്നെ വാപ്പാടെ പേര്, ഇങ്ങനെ തിരിഞ്ഞു പറഞ്ഞു വരും. ഹുസൈൻ ഇബ്നു അലി ഇബ്നു ഹുസൈൻ. അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രത്തിൽ കാണാം, എല്ലാ ദിവസവും തൻ്റെ കയ്യിലുള്ള ഒരു ദിനാർ അദ്ദേഹം സദഖ കൊടുക്കുമായിരുന്നു. എല്ലാ ദിവസവും ഒരു ദിനാർ സദഖ കൊടുക്കുക. ദിനാർ എന്ന് പറയുന്നത് ശരിക്കും സ്വർണ്ണക്കാശാണ്, സ്വർണ്ണ നാണയമാണ്. ദിർഹം എന്ന് പറയുന്നത് ശരിക്കും വെള്ളിയാണ്. എല്ലാ ദിവസവും. പ്രഗത്ഭനായ പണ്ഡിതനാണ് ലൈത്ത് ബിൻ സഅദ് റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് അത്ഭുതകരമായി തോന്നാവുന്ന ഒന്ന്, എല്ലാ ദിവസവും 300 മിസ്കിന്മാർക്ക് അദ്ദേഹം ഭക്ഷണം കൊടുക്കുമായിരുന്നു. എല്ലാ ദിവസവും, വർഷത്തിലൊരിക്കലല്ല കേട്ടോ, എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ സമ്പത്തിൽ നിന്നൊരു ഭാഗം മിസ്കിന്മാർക്ക് ഭക്ഷണത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഒരുക്കി വെച്ചിരുന്നു, അദ്ദേഹം തയ്യാറാക്കി കൊടുത്തിരുന്നു എന്നാണ്. ഇന്നും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഫലസ്തീൻ, ഖുദ്സിന്റെ മോചനം നടത്തിയ മഹാനായ സ്വലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ അത്ഭുതകരമായി തോന്നുന്ന ഒന്ന്, എല്ലാ വെള്ളിയാഴ്ചയും 100 ദിനാർ അദ്ദേഹം പരസ്യമായി സദഖ കൊടുക്കും. ബാക്കി എല്ലാ ദിവസവും രഹസ്യമായിട്ട് കൊടുക്കുക, ആരും അറിയില്ല. അദ്ദേഹത്തുമായി ഏറ്റവും അടുത്ത ആളുകൾ മാത്രമേ അറിയുള്ളൂ. പക്ഷെ വെള്ളിയാഴ്ച ദിവസം അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹം 100 ദിനാർ പരസ്യമായി സദഖ കൊടുക്കും. അപ്പം ചില ആളുകൾ ചോദിച്ചല്ല, സലാഹുദ്ദീൻ എന്തെങ്ങനെ നിങ്ങൾ വെള്ളിയാഴ്ച മാത്രം എങ്ങനെ? അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ അമീറായ ഞാൻ വെള്ളിയാഴ്ച ദിവസവും ആളുകൾക്ക് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത് കാണുമ്പോൾ എൻ്റെ കൂടെയുള്ള ആളുകൾക്കും തോന്നും എന്തെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ, അമീർ എന്നെ കൊടുക്കുന്നുണ്ട്, പിന്നെ നമ്മൾ കൊടുക്കാതിരുന്നാൽ എന്താ തോന്നലുണ്ടാകുമല്ലോ, അതുണ്ടാക്കാൻ വേണ്ടിയാണ്. ബാക്കി 6 ദിവസവും രഹസ്യമായി കൊടുക്കുന്നയാൾ വെള്ളിയാഴ്ച പരസ്യമായി കൊടുക്കാറുണ്ടായിരുന്നു എന്ന് കാണാം. ഇനി ഞാൻ അതിൻ്റെ ലിസ്റ്റ് വായിക്കാൻ പോയാൽ തീരൂല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലിസ്റ്റ് അവിടെ എഴുതപ്പെടണം. എഴുതേണ്ടത് ഇവിടെയല്ല, മലക്കുകൾ നമ്മുടെ സ്വഹീഫത്തിൽ നമ്മുടെ പേരെഴുതിക്കോട്ടെ. എല്ലാ ദിവസവും ഒരു സ്വതക്ക കൊടുത്തയാളാണ്. എല്ലാ ദിവസവും എന്തെങ്കിലും ഒന്ന് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നയാളാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി, അതങ്ങനെ പൊയ്ക്കോളും. IMB ഉണ്ട്. വിവിധങ്ങളായ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു വലിയ സംരംഭമാണ്, എനിക്കറിയാലോ. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. രോഗികൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരു ഏർപ്പാട് ചെയ്താൽ മതി. എൻ്റെ അടുത്ത് നിന്ന് ഇത്ര പൈസ കൊണ്ട് വന്നോളൂ കേട്ടോ, നിങ്ങൾ എല്ലാ ദിവസവും ആ കൊടുക്കുമ്പോൾ എൻ്റെ ചേർത്ത് കൊണ്ട് കൊടുത്തോളിട്ടോ. പാവങ്ങളായ ആളുകൾ, ആവശ്യക്കാരായ ആളുകൾ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അവരുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി എൻ്റെ സമ്പത്തിൽ നിന്നൊരു ചെറുത് പോയിക്കോട്ടെ. അപ്പം നിങ്ങളൊക്കെ വിചാരിക്കും വലിയ സമ്പന്നന്മാർക്ക് നടക്കില്ല, നമുക്ക് നടക്കില്ല. അല്ല, ചുമട്ടു തൊഴിലാളികളായിരുന്ന സ്വഹാബികളാണ് അവരുടെ സമ്പത്തിൽ നിന്നൊരു ചെറുതെടുത്ത് കൊടുക്കുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു വാക്കുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ബിലാലിനോട് പറഞ്ഞു, റളിയല്ലാഹു അൻഹു, അംഫിഖ് ബിലാൽ, ബിലാലെ ചെലവഴിക്ക്.
എന്ത് വല്ലവരുടെയും വീട്ടിൽ പണിക്ക് പോയി ജീവിക്കുന്ന ബിലാൽ, അടിമയായ ബിലാലിനോട് പറയാൻ ചെലവഴിക്കും. അതിന്റെ കൂട്ടത്തിൽ റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട്, വല തഖ്ശമിൻ ദിൽ അർശി ഖലാലൻ. ബിലാൽ അർശിന്റെ ഉടമസ്ഥന്റെ അടുത്ത് കുറവ് വരൂല, ചെലവഴിച്ചോളിട്ടോ. അതൊരു വല്ലാത്ത വർത്തമാനാണ്. അവിടുത്തെ ഭാര്യമാരിൽ ഒരാൾ തൻ്റെ സ്വർണ്ണത്തെടുത്തിട്ട് ഈ പൈസ കെട്ട് വെക്കണ സഞ്ചി ഉണ്ടല്ലോ, അതിങ്ങനെ എടുത്ത് എണ്ണാൻ തുടങ്ങി. തൊട്ടടുത്തൊരു ഫക്കീർ വന്നപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി, എണ്ണണ്ട, അത് കൊടുത്താളെ, എൻ്റെ കയ്യിൽ കിട്ടിയത് കൊടുത്തോ, നീ എണ്ണയാൽ നിനക്ക് തരുന്നവൻ എണ്ണം വെച്ചാലോ, എൻ്റെ കയ്യിൽ കിട്ടിയതും കൊടുത്തോളിന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടുത്തെ ഭാര്യമാരോട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മൊത്തം പറഞ്ഞത് സ്വതക്ക യോമിയ. ഇന്നിറങ്ങിപ്പോകും നിങ്ങളെ മനസ്സിൽ അതിങ്ങനെ കുറിച്ച് വെച്ചോ. സ്വതക്ക യോമിയ, ഒരു ദിവസത്തിൽ ഒരു സ്വതക്ക, ഡെയിലി ചാരിറ്റി എന്ന് പറയാം. ഓരോ ദിവസവും ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നൊരു പണി എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്നുണർത്തുക, എന്ന് ജീവിതത്തിൽ പകർത്തുക. നമ്മുടെ കൽബിനോട് പറഞ്ഞ് സമ്മതിപ്പിക്കുക, നമ്മുടെ ശരീരത്തോട് പറഞ്ഞ് സമ്മതിപ്പിക്കുക. അങ്ങനെ ആയാൽ ജീവിതത്തിൽ വലിയ നേട്ടം ഉണ്ടാകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമ്മളിവിടെ കേന്ദ്ര പള്ളി ഫണ്ടാണ്, നമ്മുടെ കേരളത്തിനകത്തും പുറത്തുമൊക്കെയുള്ള പള്ളികളുടെ നിർമ്മാണവും അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു ഫണ്ടാണ്. ഇൻഷാ അല്ലാഹ് ഓരോരുത്തരും അതിനോട് നല്ല രൂപത്തിൽ പ്രതികരിക്കണം, നല്ല രൂപത്തിൽ സദഖ നൽകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കും, അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വന്നുപോയി തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പെട്ടുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലിയ നാളുകൾക്ക് അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم دمر اعداءنا واعداء الدين بما شئت وكيف شئت يا ذا الجلال والاكرام. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين برحمتك يا ارحم الراحمين والحمد لله رب العالمين.